ഇന്ന് നമുക്കൊരു നൊസ്റ്റ് കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വാഴക്കൂമ്പ്. നമ്മളിവിടെ വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. നിങ്ങളവിടെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ മേലത്തെ 3-4 പോളകളൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ കുനുകുനാനൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ഞാൻ ഫസ്റ്റ് കട്ടിംഗ് ബോർഡിലൊക്കെ അരിഞ്ഞ് നോക്കി, പക്ഷെ അങ്ങനെ അറിയാൻ പറ്റണില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുത്തി കുത്തി ക്യാബേജ് അറിയുമല്ലോ, അതേപോലെ അരിയുന്നതാണ് ഒന്നും കൂടി നല്ലത്. അങ്ങനെ വെള്ളത്തിലേക്കാണ് കേട്ടോ അരിഞ്ഞിടേണ്ടത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ചവർപ്പും കാര്യങ്ങളൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാകുന്ന സമയത്ത് കടുക് ഇട്ട് എടുക്കുക. കടുക് ഒന്ന് പൊട്ടി ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 1-2 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഓൾറെഡി തേങ്ങയിൽ ഇട്ടതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ വാഴക്കൂമ്പ് അരിഞ്ഞതുണ്ടല്ലോ അത് ഇട്ടിട്ട് ഒരു 1-2 സെക്കൻഡ് നന്നായിട്ട് മൂടി വെച്ച ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ല നമ്മുടെ വെള്ളപ്പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ റെഡി. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തവണയായിട്ട് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നാൽ കഴിച്ചെന്ന് പോലും ഓർമ്മയില്ല, കാരണം അത്രയും മുന്നേ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാവും തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഡൗട്ട് കേട്ടോ. പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സത്യമായിട്ടും എനിക്ക് ഇതേപോലത്തെ നാടൻ ഉപ്പേരി കറികളും കാര്യങ്ങളൊന്നും ശരിക്കും ഇപ്പോഴും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇതെന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.